കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. വേൾഡ് വിഷൻ ഇന്ത്യ മലപ്പുറം ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ സഹായങ്ങളും പഠനോപകരണങ്ങളും സ്പോർട്സ് കിറ്റുകളും സൈക്കിളുകളും വിതരണം ചെയ്തു. വഴിക്കടവ് പാലോട് മലപ്പുറം ADP ഓഫീസിൽ നടത്തിയ പരിപാടി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഏതായാലും ഈ ഡോക്യുമെന്റ് കണ്ടതുകൊണ്ട് വളരെയേറെ നന്ദിയെ. കാരണം ഇതിനകത്ത് ഇന്ത്യയിൽ തന്നെ കുട്ടികളുടെ ഉന്നമനത്തിനും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ഒരു സന്നദ്ധ സംഘടന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യ തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കുട്ടികളുടെ പഠനോപകരണങ്ങൾ, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സ്പോൺസർഷിപ്പുകൾ, അത് സിംഗിളായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ എടുത്ത് ആ കുട്ടികളെ വിദ്യാഭ്യാസത്തിനായിട്ട് പണം ചെലവഴിക്കുന്നു. മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ആട്, അങ്ങനെയുള്ള തയ്യൽ മിഷനുകൾ, കുട്ടികൾക്ക് ലാപ്ടോപ്പുകൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ഞാൻ ഡോക്യുമെന്റിൽ ഞാൻ കണ്ടു കഴിഞ്ഞു. സൈക്കിളുകൾ, ഇങ്ങനെയൊക്കെ. പിന്നെ അതിലേറെ വലിയൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ പ്രളയം വന്ന സമയത്തൊക്കെ 1.5 കോടി രൂപയോളം വേൾഡ് വിഷൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സഹായിച്ചിട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും അഭിനന്ദാർഹമാണ്. ഇനിയും അതേമാതിരി ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഈ കമ്മിറ്റിയെയും. വേൾഡ് വിഷൻ ഇന്ത്യ മലപ്പുറം ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആഭിമുഖ്യത്തിലാണ് വിവിധ പദ്ധതികളുടെ വിതരണ ഉദ്ഘാടനം നടന്നത്. 12 പെൺകുട്ടികൾക്ക് സൈക്കിളുകളും 2100 കുട്ടികൾക്ക് 18,000 നോട്ട് ബുക്കുകളും 12 ചിൽഡ്രൻസ് ക്ലബ്ബുകൾക്ക് ഫുട്ബോളുകളും ക്യാരംസ് ബോർഡുകളും വിതരണം ചെയ്തു. 15 കുട്ടികൾക്കായി 4 ലക്ഷം രൂപയുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം വിതരണം ചെയ്തു. 2 കുടുംബങ്ങൾക്കായുള്ള ജീവനോപാധിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങളുടെയും സൈക്കിളുകളുടെയും വിതരണോദ്ഘാടനം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര നിർവഹിച്ചു. കാരുണ്യ CBO പ്രസിഡന്റ് VK മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വേൾഡ് വിഷൻ ഇന്ത്യ മലപ്പുറം ADP പ്രൊജക്ട് മാനേജർ ബിന്ദു ജോസഫ് 2020 മുതൽ വേൾഡ് വിഷൻ ജില്ലയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നീതക്കോടൻ കുട്ടികൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് സബ് ഇൻസ്പെക്ടർ RP സുരേഷ് ബാബു ബാലസഭകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സർഫനീസ, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ വേലു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലത്തീഫ് മണിമൂളി, CDS പ്രസിഡന്റ് എലിസബത്ത് മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാബു വർഗീസ്, ബിനു പോൾ, മാനു കോന്നാടൻ, CBO സെക്രട്ടറിമാരായ PC നാഗൻ, ബെന്നി, പ്രോഗ്രാം കോർഡിനേറ്റർ എബിൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും സാമൂഹിക വളർച്ചയ്ക്കുമായി ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. പോത്തുകൽ, വഴിക്കടവ് പഞ്ചായത്തുകളിൽ വേൾഡ് വിഷൻ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളെ യോഗം അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര.